നമസ്കാരം. ശേഷം വെള്ളിത്തിരയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി. നമുക്ക് എന്നും ഓർമ്മ വരുന്ന മിൻസാരക്കനവ് ഇന്നും മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്തൊരു ചിത്രം. മലയാളികൾ മാത്രമല്ല, മലയാളികൾ എല്ലാവരും ഒരേപോലെ ഇരുകൈ നീട്ടി ഏറ്റെടുത്ത ചിത്രത്തിന് സംവിധായകൻ മിസ്റ്റർ രാജീവ് മേനോൻ സാർ, പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട മലയാളി അപർണ, രണ്ടുപേർക്കും സ്വാഗതം. നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത സിനിമയാണ് ഞാൻ ആദ്യം തുടങ്ങി വെച്ചത്. മൂന്നാമത്തെ ചിത്രം 2000 ഒരു ചിത്രം കണ്ടിപ്പം 18 വർഷത്തെ നീണ്ട കാത്തിരിപ്പ്. എല്ലാവരും കാത്തിരിക്കുകയാണ് ഈ ചിത്രത്തിന് വേണ്ടി. എന്താണ് ഇത്രയും വൈകിയത്? ആക്ച്വലി ഞാൻ കുറേ പ്രയത്നിച്ചു, പല കഥകളും ഞാൻ ട്രൈ ചെയ്തു. പക്ഷേ പല കാരണം കൊണ്ട് അതിങ്ങനെ നീണ്ടുപോയി. ഈ ഇടവേള ഞാൻ പ്ലാൻ ചെയ്തതല്ല, സാഹചര്യമായി വന്നതാണ്. പക്ഷേ ആ സമയത്ത് ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തു. അതിപ്പോൾ 10 കൊല്ലമായി ഇൻസ്റ്റിറ്റ്യൂട്ട് നടക്കുന്നു. പിന്നെ ഞാൻ ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ വായിക്കും, സ്ക്രിപ്റ്റ് എഴുതും. അങ്ങനെ ഇപ്പോൾ 6 സ്ക്രിപ്റ്റ് റെഡി ആയിട്ടിരിക്കുകയാണ്. പക്ഷേ എന്താ കാരണം എന്ന് പറയാൻ പറ്റില്ല, ഒരു കൃത്യമായ ഒരു റീസൺ അല്ല. പക്ഷേ അതിങ്ങനെ പോസ്റ്റ്പോൺ ആയിപ്പോയി. ഈ ചിത്രത്തിന് ഒത്തിരി പ്രത്യേകത ഉണ്ട്. എനിക്ക് തോന്നുന്നു മലയാളി കൂടുതൽ അഭിനയിച്ചിരിക്കുന്നു. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. സർവം മലയാളിമയം. അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഈ കേരളത്തിലേക്ക് എത്തുമ്പോൾ അങ്ങനെ തന്നെ ഒരു ക്യാപ്ഷൻ കൊടുക്കേണ്ടി. ഞാൻ പറയായിരുന്നു GV പ്രകാശനായിരിക്കും കുറച്ചും കൂടെ എവിടുന്നാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത് എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ബിക്കോസ് ഞങ്ങൾ എല്ലാവരും മലയാളത്തിലിരുന്ന് അവിടെ ഭയങ്കര സംസാരമായിരിക്കും. അപ്പൊ പ്രകാശ് എങ്ങനെ ഉണ്ടായിരുന്നു മലയാളത്തിൽ? അവനെ മനസ്സിലാവും, നല്ലോണം മലയാളം മനസ്സിലാവും. എനിക്ക് തോന്നുന്നു ഈ നെടുപിടി വേണിച്ചേട്ടൻ ഉൾപ്പെടെ ഉള്ളവർ അഭിനയിച്ച ഒരു നല്ലൊരു ചിത്രം. അതാണ് പ്രേക്ഷകർ ഇങ്ങനെ കാത്തിരിക്കുന്നത്. നമുക്ക് റിലീസിന് ഒരുങ്ങുമ്പോൾ നമുക്ക് ഇതൊരു മ്യൂസിക്കൽ ടച്ചാണ് ഈ ചിത്രം. അതെ, താങ്കളെ സംബന്ധിച്ച് ഒരു മ്യൂസിക്കൽ കുടുംബത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തി, എന്നൊരു മ്യൂസിക്കിനെ സ്നേഹിക്കുന്നു താങ്കൾ. എങ്ങനെയാണ് ഈ മ്യൂസിക്കൽ ടച്ചിലേക്ക് എത്തിയത്? ഐ തിങ്ക് ഈ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ചില സാധനങ്ങൾ നമ്മളെ എഫക്റ്റ് ചെയ്യണു. അപ്പോൾ എൻ്റെ അച്ഛൻ ഒരു യങ് ഏജിൽ മരിച്ചു. ആ മരണം ചില വീടുകളിൽ വളരെയധികം തകർക്കും, ഇങ്ങനെ ഒരു അച്ഛൻ യങ് ഏജിൽ മരിക്കുന്ന സമയത്ത്. പക്ഷെ അതിനെ സ്ട്രെയിറ്റായി ഹാൻഡിൽ ചെയ്തിട്ട് ഒരു പോസിറ്റീവ് ലെവലിൽ എൻ്റെ അമ്മ പാട്ടുപാടി ഞങ്ങളെല്ലാം ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയറിൽ വളർത്തിയതാണ്. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ചിലവർ വന്നിട്ട് അമ്മയെ പഴയ കാര്യങ്ങൾ പറഞ്ഞിട്ട് കരയിപ്പിച്ചാലും അമ്മ പോയി റൂമിലിരുന്ന് പാട്ടുപാടി കുറച്ച് ഹാപ്പി ആയിട്ട് വരും 1 മണിക്കൂർ കഴിഞ്ഞ്. അപ്പോൾ അമ്മ പറയും, ഈ പാട്ട് പാടുന്ന സമയത്ത് ആ സമയത്ത് നമുക്ക് ഓൺലി നമ്മളുടെ ശ്രുതിയും താളത്തിനെ പറ്റി ചിന്തിക്കാനുള്ള നേരമുള്ളൂ. പിന്നെ ഈ കടന്നുപോയ സമയത്തിനോടൊന്നും നമ്മൾ പറയില്ല. അപ്പം അങ്ങനെ ഒരു മ്യൂസിക് വളരെ ഒരു പോസിറ്റീവ്, ഒരു തെറപ്യൂട്ടിക് സാധനമാണ്. അത് കാരണം കൊണ്ടായിരിക്കും ഈ നമ്മുടെ ക്യാരക്ടേഴ്സിൽ ഇങ്ങനെ മ്യൂസിക് വരുന്നത്. ഒരു മ്യൂസീഷ്യനായി നാസർ, ഐശ്വര്യയുടെ ക്യാരക്ടർ ഒരു പാട്ടുകാരിയായി വരുന്നത് ഉണ്ടാവും. പക്ഷേ ഈ പടം അങ്ങനെയല്ല. ഈ പടം ഒരു MA ബേബി സാർ പറഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും ഉമയാൽപുരത്തിനെ പറ്റി ഒരു പടം ഉണ്ടാക്കണം, അതിയൊരു മഹാവാദ്യ, ഒരു ലാസ്റ്റ് ദ മൊഹിക്കൻസ് ആണ്. രാജീവ് മാതിരി ഇരിക്കുന്ന സംഗീതം അറിയണ ഒരാൾ ഇതിനെപ്പറ്റി ഒരു ഡോക്യുമെൻ്ററി ചെയ്യണമെന്നും അദ്ദേഹം എന്നോട് കുറച്ച് ഒരു കൊല്ലമായിട്ട് പറയായിരുന്നു. അപ്പോൾ ഞാൻ ഫൈനലി ആ ഡോക്യുമെൻ്ററി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് കർണാടക സംഗീതം അറിയാം, അതിനെ രസിക്കാനും അറിയാം, അതിൻ്റെ കച്ചേരികൾ കേൾക്കേണ്ട രാഗങ്ങൾ അറിയാം. പക്ഷേ ഈ മൃദംഗത്തിൻ്റെ ഇൻസൈഡ് നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മളുടെ ഉമയാൽപുരത്തിനെ പറ്റി ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ ഉമയാൽപുരത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജോൺസൺ ഞാൻ കണ്ടുപിട്ടി. ആ ജോൺസൺ അവിടെ സ്ക്രൂ ഡ്രൈവറൊക്കെ വെച്ച് ഇലക്ട്രീഷ്യൻ മാതിരി അവിടെ നടക്കണ്ട അയാളുടെ കൂടെ. ഈ ജോൺസൺ വളരെ ഇമ്പോർട്ടൻറ്റ്. ജോൺസൺ വണ്ടിയിലേക്ക് ഇരിക്കുന്നു, ജോൺസൻ്റെ കൂടെ പോകുന്നു. ആരാ ഈ ജോൺസൺ ഇത്ര ഇമ്പോർട്ടൻറ്റ്? പിന്നെ ഫൈനലി സ്റ്റേജിൽ ജോൺസൺ ഇരിക്കുന്നു. അത് ഇത്രയും ഇമ്പോർട്ടൻ്റായി ഒരു ഉമയാൽപുരത്തിന് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ ആളാണ് ഈ ജോൺസൺ. പിന്നെയാണ് മനസ്സിലാണ് ജോൺസനാണ് മൃദംഗത്തിനെ റിപ്പയർ ചെയ്യണത്. പിന്നെ അറിയണേ ജോൺസനാണ് മൃദംഗത്തിനെ ക്രിയേറ്റ് ചെയ്യണത്, വാദ്യത്തിനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരെ പോയി ഇൻ്റർവ്യൂ ചെയ്യണ സമയത്ത് ഞങ്ങളെല്ലാം ആദിദ്രാവിഡർമാരാണ്, ഞങ്ങൾ പിന്നെ ഈ തഞ്ചാവൂരിൽ നിന്ന് ഞങ്ങൾ വന്ന് മദിരാശിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു 1930-40s ഞങ്ങൾ ക്രിസ്തുവത്തിലേക്ക് കൺവേർട്ട് ചെയ്തു. സോ ഓഹോ, ഒരു ദളിത് ക്രിസ്ത്യൻ ഉണ്ടാക്കുന്നതാണ് ഈ മൃദംഗം
കർണാടക സംഗീതത്തിൽ യൂസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെ ഈ മൃദംഗത്തിൽ പശുന്തോലും ആട്ടുത്തോലും എരുമത്തോലൊക്കെ ഉണ്ട്. അതിനെ കൃത്യമായി മാറ്റാനായിട്ട് ഇവർ ആവശ്യമാണ്. പക്ഷേ ഡോക്യുമെൻ്ററിയുടെ നടുവിൽ അദ്ദേഹത്തിനോട് നിങ്ങൾ വായിക്കണില്ലേ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ പണ്ട് വായിക്കാറുണ്ട് കുറച്ച് കച്ചേരിയിലൊക്കെ, പിന്നെ അത് നിർത്തി, അച്ഛൻ മരിച്ചതിനോട് ഞാൻ ഇതേ ജോലി ചെയ്യണുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മകൻ പഠിക്കുന്നുണ്ട് ഉമയാപുരത്തിൻ്റെ എന്ന്. എന്തെങ്കിലും ഒരു ദിവസം അവൻ മ്യൂസിക് അക്കാഡമിയിൽ പാടും, വായിക്കും. ആ ഒരു ഡയലോഗിൽ നിന്നാണ് ഈ പടം മുഴുവൻ ഉത്ഭവിച്ചിരിക്കുന്നത്. കാലം കാലമായി ഈ വാദ്യം ചെയ്യുന്നവരുടെ ഉള്ളിൽ ആ വായിക്കണം, നമ്മളുടെ കാലം എപ്പോൾ വരും, നമ്മളുടെ സമയം എപ്പോൾ വരും എന്നുള്ള ആ ഒരു ഏക്കം അത് അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതിനെ വെച്ച് നമ്മളൊരു കഥ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇതിൻ്റെ ചിന്തയുടെ ബീജം എന്ന് പറയാം. അങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത് അല്ലേ? അതെ. എങ്ങനെയാണ് അപർണയിലേക്ക് എത്തിയത്? ഞങ്ങളുടെ നല്ലൊരു ഗായിക ആയതുകൊണ്ടാണ് എത്തിയത്? ഏയ്, ആക്ടറാണ്, നല്ല ഗായികയാണ്. നല്ല ആക്ടറായിരുന്നു. എനിക്ക് എങ്ങനെ പാടുന്ന എനിക്ക് അറിയില്ലായിരുന്നു. ഇല്ല, ഞാൻ മഹേഷിൻ്റെ പ്രതികാരം കണ്ടിട്ട് എനിക്ക് ഒരു വളരെ നാച്ചുറൽ ആക്ടിങ് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അങ്ങനെ ഞങ്ങൾ 10 പേര് ടെസ്റ്റ് ചെയ്തു. ആ ആ ഓഡിഷനിൽ അങ്ങനെ അപർണയും വിളിച്ചു. പക്ഷേ അപർണയുടെ ആയിരുന്നു ബെസ്റ്റ് ഓഡിഷൻ ടെസ്റ്റ്. ബിക്കോസ് ഈ ക്യാരക്ടറിൻ്റെ ആ പിച്ച് കറക്റ്റാണ് വരണം. വളരെയധികം ഉപദേശം കൊടുക്കാനായിട്ട് ആളും പാടില്ല, വളരെ സബ്മിസീവായിരിക്കാൻ പാടില്ല, ഒരു കാമായിട്ട് സ്ട്രോങ് ആയിരിക്കുന്ന ഒരു ക്യാരക്ടർ, ഒരു പെക്യൂലിയർ ഇതാണ്. പിന്നെ അതിൻ്റെ ചെറിയ ചേഞ്ചസ്, അതിലിരിക്കുന്ന ഹ്യൂമർ, അതിന് ആ ക്യാരക്ടറും പീറ്ററിൻ്റെയും തമ്മിലിരിക്കുന്ന റൊമാൻസ്, ഇതിൻ്റെ ഒരു ഗൈഡിങ് ലൈറ്റാണ് ഹീറോയിന്. ആ ഒരു ക്യാരക്ടറിന് യു നീഡ് എ പേഴ്സൺ വിത്ത് സഡൻ എമൗണ്ട് ഓഫ് ഡെപ്ത്, പക്ഷേ പ്രീച്ചി ആവാൻ പാടില്ല. അതിൻ്റെ കറക്റ്റ് പിച്ച് അപർണ ഗോട്ട് ഇറ്റ്. ആൻഡ് ഇറ്റ്സ് നോട്ട്, ആദ്യം തന്നെ കിട്ടില്ല. നമ്മൾ പരിശ്രമിച്ച് ഇത് ഹോൾ ഡേ ഓഡിഷനാണ്. അത് ഹിറ്റ് ചെയ്ത ശേഷം ഞങ്ങൾ ഷാപ്പാട്ട് കേൾക്കണം, ഇത് ഞങ്ങളെല്ലാവരും പാടാൻ തുടങ്ങി, ഏമ്മയും പാടുന്നു. അപ്പോഴാണ് അറിയുന്നത്, ഓ അപ്പനയുടെ അമ്മയും പാടുന്നു, അച്ഛനും പാടുന്നു, എല്ലാവരും പാടുന്നു. ഓക്കെ, ദെൻ പാട്ടിൻ്റെ പാട്ടന്മാരാണ് ഞങ്ങളെല്ലാവരും. സംഗീതപ്രിയന്മാർ കൂടിക്കഴിഞ്ഞാൽ ഇങ്ങനെ പാടി സമയം കളയാലോ. അവരൊക്കെ പാട്ട് പഠിച്ചവരാണ്. ഞാൻ പാട്ട് കേട്ട് പഠിച്ചതാണ്. പറഞ്ഞ ഈ സിനിമയിലേക്ക് എത്തിയപ്പോൾ എന്താണ് തോന്നിയത്? ഇത്തരം ഈ സംവിധായകനെ കുറിച്ച് നമുക്ക് പറയേണ്ടതില്ല. ആ ഒരു സിനിമയിലേക്ക് വിളിച്ച് ഓഡീഷനിൽ പോയി ഇതിലേക്ക് നമുക്ക് സെലക്ട് ചെയ്യുന്നു. എന്താണ് ആദ്യം തോന്നിയത്? ആദ്യം ഈ പറഞ്ഞ മാതിരി സാറിൻ്റെ ഓഫീസിൽ നിന്ന് എനിക്ക് കോൾ വന്നു. അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് അതേ രാജീവ് മേനൻ തന്നെയാണോ? ബിക്കോസ് ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല അങ്ങനത്തെ ഒരു കോള്. ഇനിയിപ്പോൾ സാറ് മൂവി ചെയ്താലും അത് എനിക്കൊരു കോള് വരുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അവർ വിളിച്ചിട്ട് ഓഡീഷന് പോകാൻ പറഞ്ഞു. അപ്പോൾ ഒരു ഫുൾ ഡേ ഓഡീഷൻ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ മാതിരി സാറ് കൂടെ ഇരുന്ന് സാറും അത് കറക്റ്റ് ചെയ്ത്. അപ്പോൾ ഓഡീഷന് പൊതുവേ കണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് ഇത് തന്ന് ചെയ്യിപ്പിച്ച് വിടുക, അല്ലാണ്ട് ആ ഒരു ഓഡീഷൻ ചെയ്യാനിരിക്കുന്ന ആൾക്കാർ ഒരിക്കലും അവരെ കറക്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യില്ല. ദർ എക്സ്പെക്റ്റിംഗ് അസ് ടു ഡു. അപ്പോൾ അതല്ലാണ്ട് സാറ് എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ, സാറ് ഇപ്പം എൻ്റെ കൂടെ ഇരുന്ന് ഇതിങ്ങനെയാണ് എനിക്ക് വേണ്ടത് എന്ന് കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് സാർ അത് ഓഡീഷൻ പറഞ്ഞു തന്നത്. അപ്പോൾ തന്നെ സാറ് ഫുള്ളി ഇൻവോൾവ് ആയിരുന്നു ഇതിൽ, അല്ലാണ്ട് ജസ്റ്റ് ഒരു ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യലല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, കുറേയും കൂടെ സാറിൻ്റെ ഇൻവോൾവ്മെൻറ്റും കൂടെ ഉള്ളതുകൊണ്ട് എനിക്കുമാണെങ്കിലും GV പ്രകാശിനാണെങ്കിലും കുറേയും കൂടി ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. സാറ് ഓൾറെഡി ഒരു ടീച്ചറാന്ന് പറഞ്ഞു. അപ്പോൾ അത് എപ്പോഴും സാറിൻ്റെ ഉണ്ട്. സാറിന് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ നല്ല രസം, എന്തെങ്കിലും ടോപ്പിക്ക് പറയുന്നത്. എന്തായിരുന്നു അവരുടെ ക്യാരക്ടർ ഇതിനകത്ത് വരുന്നത്? എങ്ങനെയാണ് ഇതിലേക്ക് പോകുന്നത്, ഈ ക്യാരക്ടർ യാത്ര ചെയ്യുന്നത്? എൻ്റെ ക്യാരക്ടർ ഒരു നേഴ്സിൻ്റെ ക്യാരക്ടറാണ്. ഇതിൽ ഈ സാർ നേരത്തെ പറഞ്ഞ മാതിരി ഒരു സ്ട്രോങ് ക്യാരക്ടറാണ്. എന്നാൽ വല്ലാണ്ട് ഇപ്പോൾ ബഹളമുള്ള, അല്ലെങ്കിൽ ഒരു സിനിമയുടെ തുടക്കം തൊട്ട് അവസാനം വരെ ഇങ്ങനെ നിറഞ്ഞ് അങ്ങനെയൊന്നും അല്ല. പക്ഷേ ഉള്ള കുറച്ച് മൊമെൻറ്റ്സ് ഭയങ്കര ഷാർപ്പാണ്, ഭയങ്കര മീനിങ് ഫുള്ളാണ്. അങ്ങനെയാണ്. ഇത് സാറ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ഒരു നേഴ്സാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു നേഴ്സിൻ്റെ ക്യാരക്ടർ എന്താ അപ്പിയറൻസിൽ ഒരു നേഴ്സായിട്ട് വരുന്നത്, അല്ലെങ്കിൽ പറഞ്ഞു പോകാറേ ഉള്ളൂ സാധാരണ. അപ്പോൾ ഇതിലാദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. ഇത് പറയുമ്പോൾ AR റഹ്മാനുമുള്ള ഒരു വർക്കും, AR റഹ്മാനെ പരിചയപ്പെടുത്തുന്നത് തന്നെ താങ്കളിന് വേണ്ടി പറയേണ്ടതായി വരും അല്ലേ? ആ ഒരു കൂട്ടുകെട്ട് ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതെ, ഞാനൊരു ചെറിയ ഒരു പരസ്യം ചെയ്യാനായിട്ട്
ഒരു പ്രോബ്ലമായിരുന്നു എനിക്ക്. അതിലൊരു പ്ലേറ്റ് പൊട്ടിച്ചിട്ട് ഹാഫ് ന്യൂട്രീഷനേ ഉള്ളൂ എന്ന് പറഞ്ഞ് എന്തോ ഒരു എണ്ണയുടെ പരസ്യം ചെയ്യാനായിരുന്നു. ഈ പ്ലേറ്റ് പൊട്ടണ സൗണ്ട് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, പ്ലേറ്റ് പൊട്ടണമെന്ന് പ്ലാങ് എന്ന് പറഞ്ഞ സൗണ്ട് വേണം, അതിൻ്റെ ഉള്ളിൽ ക്രഷ് എന്ന് പറയണം, ക്വാങ് പറയണം, ഇതൊക്കെ ആരെ കൊണ്ട് ചെയ്യിക്കുമെന്ന് പറയണം. ഇത് ഈ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലൊക്കെ എല്ലാവരും ഇടത്തും കയറി ഇറങ്ങി ചോദിക്കണം. ഇത് ഒരു ദിലീപ് എന്ന് പറഞ്ഞൊരു അവന് എല്ലാം പണം മുടിയോ എന്ന് വെച്ചാൽ ഈ ദിലീപ് എന്ന് എല്ലാവരും പറയണം. അപ്പോൾ ദിലീപിനെ തേടി പോയി അവനെ ഞാൻ കണ്ടിട്ട് എനിക്കിങ്ങനെ ഒരു പ്ലേറ്റ് ഉടയണം, അതിൻ്റെ ഒരു സൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, ഇങ്ങനെയൊക്കെ ഫോറിൻ പടത്തിൽ ചെയ്യും, ഇങ്ങനെ അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വെറുതെ ഒരു പ്ലേറ്റ് ഉടയണ സൗണ്ടും പിന്നെ ചില പേപ്പർ വെട്ടണ സൗണ്ട്, വുഡ് വെട്ടണ സൗണ്ട്, അതൊക്കെ ചേർന്ന് ഇങ്ങനെ കുറേ സൗണ്ട്സ് വെച്ചിട്ട് അവന് റെക്കോർഡ് ചെയ്ത് കൊടുത്തിട്ട് അതെല്ലാം സിന്തസൈസ് ചെയ്തിട്ട് ഒരു സൗണ്ട്, ഒരു പെക്യൂലർ സൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു സിമ്പലൊക്കെ ഇട്ടിട്ട് അത് പെർഫെക്റ്റായി. താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അയാൾ പറഞ്ഞു, ഐ ആം ആക്ച്വലി എ മ്യൂസിഷ്യൻ, ഐ എം നോട്ട് ഓൺലി എ സൗണ്ട് മാൻ ബട്ട് ഇഫ് യു വാണ്ട് യു ക്യാൻ ഹിയർ മൈ ട്രാക്സ് എന്ന് പറഞ്ഞിട്ട് അവനൊരു ഫ്യൂഷൻ ബാൻഡിൽ ചെയ്ത ഒരു ഫ്യൂഷൻ എന്നെ കേൾപ്പിച്ചു. എനിക്ക് വലിയ ഇഷ്ടമായി അത്. ചെറിയൊരു കാസറ്റ് റെക്കോർഡിൽ 4 ട്രാക്കുള്ള ഒരു കാസറ്റിലാണ് എനിക്ക് കേൾപ്പിച്ചത്. പക്ഷേ അതിൻ്റെ സൗണ്ട് എല്ലാം വ്യത്യാസമായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ചെയ്ത ഒരു ഇൻഡസ്ട്രിയൽ ഫിലിം, ഒരു ബോയിലർ പടമായിരുന്നു, ഇഗ്നി ഫ്ലൂയിഡ് ബോയിലർ എന്ന് പറഞ്ഞിട്ട്. അതിന് ഇദ്ദേഹത്തിനെ വിളിച്ചു. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഫിലിംസ് ചെയ്യാൻ തുടങ്ങി. ആദ്യം ഞങ്ങൾ ചെയ്തത് കുറേ ഡോക്യുമെൻ്ററീസ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആഡ് ചെയ്യാൻ തുടങ്ങി. ദെൻ ആൽവിൻ ട്രെൻഡി കോട്ട്സ്, പിന്നെ ഏഷ്യൻ പെയിൻറ്റ്സ്, അങ്ങനെ വലിയ ആഡ്സ് ചെയ്യാൻ തുടങ്ങിയിട്ട് നാഷണൽ ലെവലിൽ. ചില ആഡ്സ് AR ചെയ്തത് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അതിനു വേണ്ടി 2-3 ദിവസമൊക്കെ പരിശ്രമിച്ചിട്ടുണ്ട് ഒരു പരസ്യ ചിത്രം കറക്റ്റായി കിട്ടാനായിട്ട്. അങ്ങനെ ഒരു അസോസിയേഷൻ, അത്രയും ഞങ്ങൾ AR റഹ്മാൻ ആവാൻ ഉള്ള സമയത്തിൻ്റെ മുമ്പിലിരിക്കുന്ന വ്യക്തിയോട് തൊട്ട് നമ്മൾക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ആ ഫ്രണ്ട്ഷിപ്പ് ഇന്നും നിലനിൽക്കുകയാണ്. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ്, നമ്മളൊരു വ്യത്യാസമായ പടം നീ ചെയ്യണം എന്ന് എല്ലാ 5 കൊല്ലവും പറയുന്നത് AR ആണ്. നീ പടം ചെയ്യണുണ്ട് എപ്പോഴും എന്നോട് പറയും. പിന്നെ ഞാൻ പറയും, ഈ പാട്ട് ചെയ്യാനായിട്ടുള്ള പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ, ആൾക്കാർ വന്ന് എനിക്ക് ഹിറ്റ് പാട്ട് വേണം എന്ന് പറഞ്ഞിരിക്കണം. എനിക്കൊരു ഇൻസ്പിറേഷനേ ഇല്ല. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ പറയൂ, എന്തെങ്കിലും ഒരു വ്യത്യാസം പറഞ്ഞാലേ നമുക്കത് കമ്പോസ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് തോന്നുള്ളൂ. അതുകൊണ്ട് ഈ പടത്തിന് 1 കൊല്ലം എടുത്തു ഞങ്ങൾ ഈ 5 പാട്ട് ചെയ്യാനായിട്ട്. പക്ഷെ അതിന് ഫുൾ ഇൻവോൾവ്മെൻറ്റോടെ AR ഇൻവോൾവ് ആണ്. ഒരു ആന്തം ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓക്കെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അതിന് ചെയ്തിട്ട്, പിന്നെ ഞങ്ങൾ ഇന്ത്യ മുഴുക്ക ട്രാവൽ ചെയ്തിട്ട് ഓരോ സ്ഥലങ്ങളിൽ പോയി ആ പാട്ട് എടുക്കാനായി പോകുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ലോക്കൽ, ഇപ്പോൾ കാശ്മീരീസ് എന്ന് പറഞ്ഞാൽ നിങ്ങളോട് വായിക്കാൻ പറയും. കാശ്മീരീസ് അവരുടെ ഫോക്ക് പാടിയിട്ട് അതിനുശേഷം ഞങ്ങളുടെ പാട്ടിടും. അപ്പോൾ അതിൻ്റെ കൂടെ അവർ അടിക്കാൻ തുടങ്ങും. അടിച്ചിട്ട് GB വെച്ചിട്ട് ആ സെയിം താളത്തിൽ അടിക്കാൻ പറഞ്ഞിട്ട് അവരുടെ വോയിസ് ഓഫ് ചെയ്തിട്ട് അവരുടെ ആ ബീറ്റ് എടുക്കും. ബീറ്റ് ഇതൊക്കെ മണിപ്പൂരിലും എല്ലാ സ്ഥലത്തും ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് ആ ബീറ്റ് തിരിച്ചു കൊണ്ടുവന്നിട്ട് AR അതിനെ പാട്ടിൻ്റെ ഉള്ളിലേക്ക് ചേർത്തു. സോ ആ ഒരു ലെവൽ ഓഫ് എക്സ്പെരിമെൻറ്റേഷൻ, ഒരു ഓസ്കർ അവാർഡ് വിൻ ചെയ്ത ഒരു മ്യൂസിക് ഡയറക്ടറിന് ഇപ്പോഴും ആ സെയിം പ്ലേറ്റ് ഉടച്ച സൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉള്ള ഒരു മനുഷ്യനില്ലേ, അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. ഐ ലവ് ദാറ്റ് സ്പിരിറ്റ് ഓഫ് AR. ആൻഡ് പടത്തിൽ നമ്മൾ പല 5 വിധമായ ഡിഫറെൻറ്റ് പാട്ടുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓരോ പാട്ടിൻ്റെയും സിറ്റുവേഷനും ഇമോഷനും വ്യത്യസ്തമാണ്. ഇറ്റ് വെരി ക്ലിയർലി ഡിഫറെൻറ്റ് അല്ലേ? എനിക്ക് സാറിന് ഒന്ന് മൂളണമെന്നൊരു ആഗ്രഹമുണ്ട്. യെസ്. വെണ്ണിലവേ പാട്ട് ആക്ച്വലി കമ്പോസ് ചെയ്തത് തേക്കടിയിലാണ്. അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ വന്നപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ടാകും അതിൻ്റെ ഒരു ലവ് സിറ്റുവേഷൻ എങ്ങനെയാണ് പറയുക, ആ ഡൗട്ട് ഉണ്ടാകുന്നു. സോ ഞങ്ങൾ 2-3 ദിവസം ഇതിനെപ്പറ്റി ചർച്ച ചെയ്ത് പാട്ടൊന്നും വരുന്നില്ല. വെറുതെ ആ ബോട്ടിൽ ഞങ്ങളിങ്ങനെ ചുറ്റിക്കറങ്ങി ആനയൊക്കെ നോക്കി പോയിട്ടിരിക്കുകയാണ്. പിന്നെ ഒരു ദിവസം രാത്രി എന്തോ ഇരുന്ന് ചെയ്ത് പറഞ്ഞു, ഞാൻ എന്തോ ചെയ്തിരുന്നു, ഐ ഡോണ്ട് നോ വെദർ യു ലൈക്ക് ഇറ്റ്. സോ ഞാൻ കുറേ ഇങ്ങനെ ഐഡിയാസ് പറയുന്നുണ്ട്. ഇതിൻ്റെ കംപ്ലീറ്റായ ഓപ്പോസിറ്റായ ഒരു ഐഡിയ ആണ് ഞാൻ ചെയ്തേക്കണേന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് കേട്ട ഉടനെ എൻ്റെ കണ്ണൊക്കെ കലങ്ങിയായി. സോ ഇറ്റ്സ് പെർഫെക്റ്റ്, ഇറ്റ്സ് ബ്രില്യൻറ്റ് എന്ന് പറഞ്ഞിട്ട് വി കെയിം ആൻഡ് ദാറ്റ് ട്യൂൺ. സോ അതിന് കേരളത്തിനോടൊരു കണക്ഷൻ ഉണ്ട്. വെണ്ണിലവേ വെണ്ണിലവേ
விண்ணை தாண்டி வருவாயா, விளையாட ஜோடி தேவை. இந்த பூலோகத்தில் யாவும் பார்க்கும் முன்னே உன்னை அதிகாலை அனுப்பி வைப்போம். வெண்ணிலவே வெண்ணிலவே விண்ணை தாண்டி வருவாயா, വിളയാട ജോഡി തേവൈ. എന്നാലും ഈ മ്യൂസിക്കിനെ ഇത്രയും മാത്രം സ്നേഹിക്കുന്നു താങ്കൾ, ഒരു മലയാളം സിനിമ ചെയ്യണ്ടേ നമുക്ക്? ഈ മലയാള സിനിമയിലത്തെ പഴയ പാട്ടുകൾ ഭയങ്കര പ്രാന്താണ്. ബാബുരാജ മാഷും ദക്ഷിണാമൂർത്തി സ്വാമിയും ദേവരാജ മാഷിൻ്റെ ഓരോ പാട്ടുകൾ എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് ചെയ്യണമെന്ന് വളരെ ആശയുണ്ട്. ഈ കറക്റ്റായ സ്ക്രിപ്റ്റും കറക്റ്റായ സിറ്റുവേഷൻ കിട്ടിയാൽ ഡെഫിനറ്റായി ഞാൻ ചെയ്യും. നിങ്ങളുടെ കയ്യിലുണ്ടോ സ്ക്രിപ്റ്റ്? ഞാൻ റെഡിയാണ്. പ്രൊഡ്യൂസർമാരും സ്ക്രിപ്റ്റ് റൈറ്ററും ഉണ്ടെങ്കിൽ ഒന്നിത് സമീപിക്കാവുന്നതാണ് അല്ലേ? ഡെഫിനറ്റ്ലി. അല്ല, സ്ക്രിപ്റ്റ് എഴുതുമല്ലോ, പിന്നെ ഒരു മലയാളത്തിലേക്ക് ഒരു സ്ക്രിപ്റ്റ് നമുക്ക് ഉണ്ടല്ലോ. മമ്മൂട്ടിയെ വെച്ച് എഴുതുക തമിഴ് സ്ക്രിപ്റ്റ് താങ്കളുടെ തന്നെയാണ് അല്ലേ? അത് കൂടി അത് ഡെഫിനറ്റായി ഐ എം ഷുവർ. എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പം അടുത്ത കാലത്ത് വരും ഒരു മലയാള സിനിമ ഇവിടെ സ്ക്രിപ്റ്റ് തലയിൽ വരുന്ന. അപ്പോൾ ഈ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ സാർ നേരത്തെ പറഞ്ഞ പോലെ അന്നാണ് അപർണ പാട്ട് പാടുമെന്ന് മനസ്സിലായത് അല്ലേ? അങ്ങനെയാണെങ്കിൽ അപർണയെ നമുക്ക് ഈ പടത്തിലേക്ക് ഒരു സിംഗറായിട്ട് എടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ആഗ്രഹം ഇരുന്നാലും വേറൊരു ആളുണ്ട് അതിൻ്റെ ഹെഡായിട്ട്, അത് AR റഹ്മാനാണ്. ഈ ഒരു കംപ്ലൈൻറ്റ് എൻ്റെ വീട്ടിലുണ്ട്. എൻ്റെ അമ്മ പറയുന്നുണ്ട്, ഞാൻ 78 വയസ്സായി, ആ 96 പടത്തിൽ ഞാൻ ഇപ്പോഴും പാടുന്നുണ്ട്, നീ ഇതുവരെയ്ക്ക് എന്നെ വിളിച്ചിട്ടില്ല ഒരു പാട്ട് പാടാനായിട്ട്, നീ എപ്പോഴാണ് എന്നെ വിളിക്കാൻ പോണേ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എല്ലാ സ്ഥലത്തും ഈ കംപ്ലൈൻറ്റ് കേൾക്കാറുണ്ട്. പക്ഷേ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മിസ്റ്റർ AR റഹ്മാനാണ് ചൂസ് ചെയ്യണത്. അപ്പോൾ അദ്ദേഹം ചൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളുടെ പടത്തിൽ പാടുക. നമ്മൾ ചിലപ്പോൾ സജസ്റ്റ് ചെയ്യാൻ പറ്റും. ഐ തിങ്ക് ദ ചോയ്സ് ഓഫ് ദ സിംഗർ AR ഇസ് വെരി വെരി ഗുഡ് അറ്റ്. ബിക്കോസ് നിങ്ങൾ ആ ചിന്ന ചിന്ന ആശകൾ വരണ സമയത്ത് ഒരു ആരും അറിയാത്തൊരു മിനിമിനിയെ വെച്ച് പാടിച്ചു. ആ സെയിം പാട്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എസ് ജാനകി പാടി ആലോചിച്ച് നോക്കൂ. നല്ലൊരു സ്ത്രീയാണ്, പക്ഷേ അമ്മയുടെ വോയിസ് എല്ലാ ഇളയരാജയുടെ പാട്ടിലും നമ്മൾ കേട്ട് കേട്ട് ശീലിച്ചായിരുന്നുകൊണ്ട് ഈ പാടത്തിൽ അമ്മ പാടിയിരുന്നെങ്കിൽ അതൊരു പുതുമ തോന്നുന്നുണ്ടാവില്ല. അപ്പോൾ ഈ പുതു സിംഗേഴ്സ് വന്ന് നിങ്ങളൊരു കൺവെൻഷണൽ ട്യൂൺ ഉണ്ടെങ്കിൽ ഒരു പുതു സിംഗർ കൊണ്ടുവരണം, ഒരു വ്യത്യാസമായ ട്യൂൺ ഉണ്ടെങ്കിൽ പഴയ സിംഗറെ കൊണ്ടുവരണം. അതാണ് ARൻ്റെ ഫിലോസഫി. മൊത്തം ARൻ്റെ എല്ലാ സംഭവം അറിയാവുന്നൊരു വ്യക്തിയായതുകൊണ്ട് ഞങ്ങൾ ഇതിനെപ്പറ്റി ഇത്രയും പാട്ടിനെ പ്രാന്താണ്. ഈ സർവം താളമയം ആ പ്രാന്തിൻ്റെ ഉച്ചകെട്ടാണ്. വളരെ ജോയാണ്. ഈ ഇങ്ങനെ പാട്ട് എന്ന് പറഞ്ഞ സാധനം ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുന്നത് മഹാഭാഗ്യമാണ്. അതിൽ കവിത്വം, അതിൽ താളങ്ങൾ ചൂസ് ചെയ്യുക, അതിൽ എന്ത് ഇൻസ്ട്രുമെൻ്റാണ്, അതിനൊരു പുതിയ ക്യാരക്ടർ വേണം, അതിലൊരു പുതുമ തോന്നണം, പക്ഷേ പാടാൻ പറ്റുന്നതാണ്. ഇപ്പോൾ പല പാട്ടുകളും നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഹെഡ്ഫോൺസിൽ കേട്ടിട്ട് നിങ്ങൾ അവിടെ എവിടെയും നടക്കുകയാണ്, പക്ഷെ അതിൻ്റെ കൂടെ പാടാനായിട്ട് ആരും ആലോചിക്കുന്നില്ല. പാട്ട് മനുഷ്യർ പാടിയാലല്ലേ അവർക്ക് അത് അവൻ്റെ സ്വന്തമാവുള്ളൂ. യുനോ, സോ ദാറ്റ് ക്വാളിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ദ സിംഗബിൾ ക്വാളിറ്റി ഓഫ് സോങ്സ്. ഈ അപർണയെ കണ്ടത് എനിക്ക് ആദ്യത്തെ ചിത്രത്തിൽ നിന്നാണ് അപർണനെ സെലക്ട് ചെയ്തത്. അന്ന് മനസ്സിൽ കിടക്കുന്നതാണ്. അന്ന് ഒട്ടും അപർണയെ ഒരു ചിത്രത്തിൽ അഭിനയിക്കണമെന്ന് മനസ്സിലുണ്ടായിരുന്നു. ഇല്ല, മഹേഷിൻ്റെ പ്രതികാരത്തിൽ ദിസ് ഗേൾ ഈസ് ഡിഫറെൻറ്റ്. ഐ മീൻ ഐ ലൈക്ക് ദ ഹോൾ ഫിലിം. ദിസ് ഗേൾ ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ ആ പടത്തിൽ കണ്ടപ്പോൾ എനിക്ക് ആ ക്യാരക്ടർ ഉണ്ടായിരുന്നില്ല. ക്യാരക്ടർ വന്ന ശേഷം നമ്മൾ പലരെയും ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ പിച്ച് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആ പടത്തിലും ഷീസ് അപ്പിയർ ടു ബി ഇൻട്രസ്റ്റഡ് ഇൻ. ഒരു ബോയ്സ്ട്രസ്, ഒരു സ്ട്രോങ് പവർഫുൾ ക്യാരക്ടറാണ്. ബസ് സ്റ്റാൻഡിൽ ഡാൻസ് ചെയ്യുന്ന കുട്ടിയും ഒരു തെമ്മാടി, പക്ഷേ ഒരു എന്താന്ന് പറഞ്ഞാൽ ഒരു ടിപ്പിക്കൽ ഹീറോയിൻ്റെ ടിപ്പിക്കൽ ജെസ്റ്റേഴ്സ് അല്ലാണ്ട് ഒരു കൈൻഡ് ഓഫ് ഓണസ്റ്റി ഉണ്ട് ക്യാമറയിൽ. ബിക്കോസ് ഈ ഒരു മറ്റേ പടങ്ങൾ കണ്ടിട്ട് മറ്റേ ഹീറോയിൻസിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന അത് എനിക്ക് ഇറിറ്റേഷനാണ്. ഐ തിങ്ക് യു മസ്റ്റ് ഹാവ് സംതിങ്. കാജോലൊക്കെ വരുന്ന സമയത്ത് ഒരു എനർജി അവർ കൊടുക്കും, വിച്ച് ഇസ് ലൈക്ക് ദെയർ ഓൺ. ഐ ഫീൽ എവറി ആർട്ടിസ്റ്റ് മസ്റ്റ് ഹാവ് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവണം. ദാറ്റ് ഷീ ഹാസ്. അതാണ് എന്താണ് സർട്ടിഫിക്കറ്റ് ആരാണ് പറയുന്നത് അല്ലേ?
ഈ ഈ ചിത്രത്തിലെ പാട്ടുകൾ 5 പാട്ടുകൾ, 5 പാട്ടുകളും സൂപ്പർ പാട്ടുകൾ തന്നെ. നമുക്ക് എല്ലാ പാട്ടുകളും മാറ്റി നിർത്താം, ഒരു പാട്ട് മാറ്റി നിർത്താൻ പറ്റില്ല. അതിലെ പാട്ടുകളൊക്കെ പഠിച്ചാ? അപ്പം നമുക്ക് പാടാവുന്ന രീതിക്കൊക്കെ പഠിച്ചാ? മായ മായ എന്ന് പറഞ്ഞ പാട്ട് അറിയാം, പാടാനായിട്ട് അറിയാം. പാടാനായിട്ടറിയാം. നമുക്ക് ആ പാട്ടൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി. മായാ മായാ മനമോഹന உனக்காக பிறந்தேனடா மாயா மாயா மனமோகனா உனக்காக பிறந்தேனடா உன்மடியில் ஒரு பொன்னொடியில் நான் சாய்ந்தால் போதும் விரைவில் வருவாய் ஒரு அறிவின் இருளில் பேரன்பின் ஒளியில் நான் சாய்ந்தால் போதும் விரைவில் வருவாய் ஒரு காலங்கள் தீர்ந்தால் என்றும் தீராத காதல் கையேந்தி கேட்டேனே மாயா மாயா மனமோகனா உனக்காக பிறந்தேனடா. പണ്ട് എല്ലാ പാട്ടുകളും ഏത് പ്രൊമോഷൻ എന്നല്ല പറഞ്ഞെ കൊണ്ട് ഒരു പാട്ടാവും. അത് നിർബന്ധമാണ് ഇവിടെ മലയാളികൾക്ക്. നല്ലതല്ലേ? ഇത് പാടിയിരിക്കുന്നതൊക്കെ ആരൊക്കെയാണ്? പീറ്റർ ബീറ്റ് ജീവിയും സത്യപ്രകാശും പാടിയിട്ടുണ്ട്. പിന്നെ വരലാമോ പാട്ട് ശ്രീറാം പാർത്ഥസാരഥി, പിന്നെ മായ മായ ചിന്മയി പാടിയിട്ടുണ്ട്. പിന്നെ സർവം താളമയം ഹരിചരണാണ് പാടിക്കുന്നത്. ഈ വളരെ ഡിഫറെൻ്റായ ഒരു പാട്ട് ബാംബ ഭാസ്കർ ആൻഡ് അത് അതിൻ്റെ പേര് എപ്പോൾ വരുമോ എങ്കിൽ കാലം എന്ന് പറഞ്ഞിട്ട് ആന്റണി ദാസനും ബാംബ ഭാസ്കറും പാടിയിട്ടുണ്ട്. പിന്നെ ബോംബെ ജയശ്രീ മാഡം മാ കേലറ പ്യൂർ ക്ലാസിക്കൽ പാടിയിട്ടുണ്ട്. പിന്നെ അതില്ലാണ്ട് പടത്തിൽ സിക്കിൽ കുരിച്ചറിൻ്റെ കച്ചേരീസ് പ്യൂർ ക്ലാസിക്കൽ അതെല്ലാം ഉണ്ട്. ഈ സംഗീതത്തെ സ്നേഹിക്കുന്നവരാകുമ്പോൾ വേറൊന്നും പറയാനല്ലോ അല്ലേ? ഇതൊരു എനിക്കൊരു പടം കഷ്ടപ്പെട്ട് ചെയ്തു എന്ന് തോന്നിയിട്ടില്ല. ഒരു എൻജോയ് ചെയ്തിട്ട് ഒരു സാധനം ചെയ്തു. ആ ജോയ് നമുക്ക് ഓഡിയൻസിൻ്റെ അടുത്ത് പോയി ചേർന്ന് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഞങ്ങൾക്കൊരു കച്ചേരി കേൾക്കാനും അത് അനുഭവിക്കാനും ലൈവ് കച്ചേരി ഒരു അവസരം കിട്ടിയതാണ് എല്ലാവർക്കും, അഭിനയിച്ചവർക്കും അല്ലാത്തവർക്കും. ഉമയാൾപുരം സാറും സിക്കിൽ കുറിച്ചരൻ സാറൊക്കെ കൂടെ ഒരു കച്ചേരി, ആക്ച്വൽ കച്ചേരി. അതെനിക്ക് തോന്നുന്നു എല്ലാ സിനിമയിലും നമുക്ക് അങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടില്ല. അല്ലെങ്കിൽ ക്യാമറ വെച്ചെടുത്തു ലൈവ്. അതാണ് അപ്പൊ സാർ ആ എൻജോയ് ചെയ്ത് ചെയ്തു എന്ന് പറയുന്നത് അത്രയും റിയൽ ആയിട്ടാണ് ചെയ്തത്. പിന്നെ നെടുമുടി വേണു സാറിന്റെ ഒരു പെർഫോമൻസ് അന്ന് തന്നെ നമ്മളെല്ലാവരും അപ്പൊ തന്നെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചൊരു സാറിന്റെ പെർഫോമൻസ് കണ്ടിട്ട് അത് ഒരു മൊമെന്റ് തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നത്. ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് നിർത്തിയോ? അതെന്താന്ന് പറഞ്ഞാൽ ഒരു വളരെ ചിലവർ വുഡൻ പെർഫോമൻസ് എന്ന് പറയില്ലേ, ഇതിൽ ഡെഡ് പെർഫോമൻസ് ആയിപ്പോയി. അവർ കുറേ നേരം അവർ പറഞ്ഞിട്ട് ഞാൻ പോയി ആക്ട് ചെയ്തു. പക്ഷേ എനിക്ക് അറിഞ്ഞില്ല ഞാനൊരു ഡെഡ് ബോഡി ആയിട്ടാണ് ആക്ട് ചെയ്തത്. സോ ഞാൻ ആ 4-5 ഷോട്ടിന് ശേഷം ഞാൻ ഡെഡായിരുന്നു. ആ ഡെഡും കൂടി ഫാസിക്ക പറയുമ്പോൾ രാജീവ് ഇങ്ങനെ മരിച്ച് കിടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ മരിച്ച് കിടന്നിട്ട് എൻ്റെ ആക്ടിങ് കരിയർ അങ്ങനെ തന്നെ ICUവിൽ പോയി. അപ്പോൾ കോഫിനിൽ വെച്ച് അത് അടച്ചു, ഫിനിഷായി. തിരിച്ചെടുക്കുന്നില്ല. അത് ബറീഡാണ്. ഇനിമേ റിസറക്ഷന് വേണ്ടി കാത്തിരിക്കാൻ. ഈസ്റ്റർ കഴിഞ്ഞാൽ വരാം. ഇപ്പൊ ഞാൻ ചിലപ്പോൾ എഴുന്ന് വരും. ഒരു എഴുന്നേൽപ്പുണ്ട്. വല്ല വയസ്സായ വൃദ്ധനായ ഒരു പോലീസ് ഓഫീസറുമായിട്ട് ഇങ്ങനെ വില്ലനായിട്ടോ അല്ലെങ്കിൽ വരും. ഇല്ല, ഞാൻ മ്യൂസിക്കിന്റെ കാര്യം പറഞ്ഞപ്പോ ഇതിലൊരു സോങ് സാറിന്റെ ട്യൂണാണ് വരലാമ എന്ന് പറഞ്ഞ സോങ്. രാജീവ് സാറാണ് അതിന്. അതും റഹ്മാൻ സാറ് രാജീവ് സാറും ആയിട്ടുള്ള ബന്ധത്തിനെ പറ്റിയിട്ട് ഒരുപാട് കഥ പറയുന്ന ഒരു പാട്ടാണ് ആക്ച്വലി. പക്ഷേ ഞാൻ ആ പാട്ട് ഇടയ്ക്കാണ് ഇറങ്ങിയത്. റിലീസായത് പ്രൊമോഷൻസിൻ്റെ ഇടയിലാണ്. അത് കഴിഞ്ഞ് സമാധാനമായിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ പാട്ട് കേൾക്കുന്നത്. ഒരു ഗുരുശിഷ്യ ബന്ധത്തിനെ പറ്റിയുള്ള ഒരു പാട്ടാണ്. വരലാമാവുന്നരകിൽ
பெறலாமா உன்னருளை திரும்பாயோ என் திசையில் நீ அசைவாயோ என் இசையில் நீ அசைவாயோ என் இசையில் அதை காண வரலாமா உன்னருகில் பெறலாமா உன்னருளை திரும்பாயோ என் திசையில் புழுதியில் புதைந்தவன் புதிதென பிறந்தேன் முதல் முறை உள் மன விழிகளை திறந்தேன் புழுதியில் புதைந்தவன் புதிதென பிறந்தேன் முதல் முறை உள் மன விழிகளை திறந்தேன் விரல்களே சிறகென விரிந்திட பறந்தேன் நான் விரிந்திட பறந்தேன் வரலாமா 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 உன்னருகில் பெறலாமா உன்னருளை திரும்பாயோ என் ദിശയിൽ. മലയാള പടങ്ങളിൽ തമിഴ് പടങ്ങൾ അങ്ങനെ കേദാരഗൗളയിൽ പാട്ട് വന്നിട്ടില്ല. ഇത് കേദാരഗൗളയിൽ ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ എന്തായാലും ഗംഭീരമാണ്. എനിക്ക് ഒരു രണ്ടുപേരും ചേർന്നൊരു പാട്ടും കൂടെ എനിക്ക് പ്രേക്ഷകർക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ടുപേരും ചേർന്നൊരു പാട്ട്. കണ്ണാളനേ எனது கண்ணை நேற்றோடு காணவில்லை, என் கண்களை பறித்து கொண்டும் ஏன் இன்னும் பேசவில்லை. ஆளான ஒரு செய்தி அறியாமலே அலைபாயும் சிறு பேதை நானோ, உன் பேரும் என் பேரும் தெரியாமலே உள்ளங்கள் இடம் மாறும் ஏனோ. வாய் பேசவே வாய்ப்பில்லையே, வழி தீர வழி என்னவோ. கண்ணாளனே எனது கண்ணை நேற்றோடு காணவில்லை. സൂപ്പർ. ഒരു സംഗീതത്തിനെ പറ്റിയുള്ള പടമാണ്, പക്ഷേ ഇറ്റ്സ് ഓൾസോ സമുദായത്തിനെ പറ്റിയുള്ള പടമാണ്. ഇതൊരു പൊളിറ്റിക്കൽ ഫിലിമാണ്. എല്ലാം ഉൾക്കൊള്ളിച്ച് ഒരു അണ്ടർ ഡോഗിൻ്റെ ഒരു സ്റ്റോറിയാണ്. സോ ഇറ്റ്സ് എ ഫിലിം അബൌട്ട് ഹോപ്പ് ആൻഡ് ഒരു യൂത്തിനെ ഇൻസ്പയർ ചെയ്യാനുള്ള ഒരു പടമാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആകട്ടെ. എന്താണ് പ്രേക്ഷകരോട്? സർവം താളമയം ഒരുപാട് പ്രതീക്ഷകളോടെ നിങ്ങളുടെ അടുത്തേക്ക് തിയേറ്റേഴ്സിൽ ഉടൻ തന്നെ വരും. അത് മ്യൂസിക് എന്നുള്ളൊരു ടോപ്പിക് ഇതിലെടുത്തു എന്നേ ഉള്ളൂ, പക്ഷെ ഒരുപാട് പേർക്ക് പല കാര്യങ്ങളിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് സർവം താളമയം. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോവുക. ഈ 2019 നല്ലൊരു ചിത്രമായിരിക്കും എന്ന് നമുക്കും പ്രതീക്ഷിക്കാം. രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു. താങ്ക് യു.